ഉണ്ണിമലക്ഷൻ, നാളത്തെ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആം ആദ്മി പാർട്ടിക്ക് നിർണായകമാണ്, കോൺഗ്രസിനും ഒരു പരിധിവരെ നിർണായകമാണ്. തലസ്ഥാനമില്ലാതെ രാജ്യം ഭരിക്കുന്നു എന്ന പഴിയിൽ നിന്ന് BJPക്കും ഒരു മോചനം ആവശ്യമാണ്. ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണെന്നായി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ആധിപത്യമുള്ളൊരു സംസ്ഥാനമായിരുന്നു ഡൽഹി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവിടെ അവർ പൂർണ്ണമായും വാഷ് ഔട്ട് ആയിരിക്കുകയാണ്. അവിടെ ഏറ്റവും മോശപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുമാണ്. അവർ കാര്യമല്ല, ഇപ്പൊ 2100 രൂപയാണ് സ്ത്രീകൾക്ക് നൽകും പ്രതിമാസം എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ BJPയും കോൺഗ്രസും എത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അറിയാമോ? 2500 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ആം ആദ്മി പാർട്ടി 10 ലക്ഷം രൂപ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, ലൈഫ് ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു, 10 lakh rupeesന്റെ. അപ്പോൾ എന്താ ചെയ്തത് കോൺഗ്രസും BJP? എന്താ ചെയ്തത്? 25 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചു ആര്? ആം ആദ്മി പാർട്ടി. അപ്പം പിന്നെ എന്താ പറയുക, BJPയും കോൺഗ്രസും അതിനേക്കാൾ വലിയ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് KK ജോസ്. തൊഴിലില്ലായ്മ വേതനമായിട്ട് കൊടുക്കാൻ പോകുന്ന എത്രയാണെന്നറിയാമോ? കോൺഗ്രസോ BJPയോ വിജയിച്ചു വന്നാൽ ഡൽഹിയിൽ 8500 രൂപ. തൊഴിലില്ലാത്തൊരു യുവാവിന്, ഒരു യുവതിക്ക് 8500 രൂപ കിട്ടും. ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. അതെ. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും കേജ്രിവാളിനെ സംബന്ധിച്ചും രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഒരു അഭിമാന പ്രശ്നമാണ് ഡൽഹി പിടിക്കുക എന്ന്. പോരാട്ടം കനക്കുമോ എന്നാണ് ചോദ്യം. സുജയ, പോരാട്ടം കനത്തു കഴിഞ്ഞു, മാത്രമല്ല പോരാട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്താണ്. അത് ഇനി പ്രത്യേകിച്ച് പോരാട്ടത്തിന്റെ ആവശ്യമില്ല. കനത്ത പോരാട്ടം ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിലയിരുത്തൽ. ഇപ്പോൾ വോട്ടെടുപ്പ് നാളെ നടന്ന് ശനിയാഴ്ച ഫലം വരുമ്പോൾ നാളത്തെ എക്സിറ്റ് പോൾസ് മുതൽ തന്നെ അതിന്റെ കൃത്യമായ ഫിഗേഴ്സ് നമ്മുടെ മുന്നിലേക്ക് വരും. കോൺഗ്രസ് ഏറെക്കുറെ ഈ പോരാട്ടം വിട്ടമട്ടാണ്. കിട്ടിയാൽ ഭാഗ്യം എന്ന നിലയിലേക്ക് കോൺഗ്രസ് സ്വയം പരുവപ്പെടുത്തിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിന് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പ്രതിച്ഛായ നഷ്ടം വലിയ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ജനങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അവർക്കതെല്ലാം കുറേയൊക്കെ അതിന്റെ ഈ ശീഷ്മകളടക്കം ഈ ചിത്രങ്ങളൊക്കെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താൽ മതി, ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ എന്നതാണ് എന്റെ വിലയിരുത്തൽ. പോരാട്ടം കനത്തു കഴിഞ്ഞു. ആ പോരാട്ടത്തിന്റെ നിശബ്ദ പ്രചാരണമാണ് ഇപ്പോൾ നടക്കുന്നത്. നാളെ വോട്ടർമാർ വിധി എഴുതാൻ പോകുന്നു. ഫലത്തിനായി കാത്തിരിക്കാം. നെക്ക് ടു നെക്കാണ് ഞാൻ പ്രൊഡിക്ട് ചെയ്യുന്നത്.